Dear students, good morning. അപ്പോൾ ഞാൻ ഇന്ന് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൻ്റെ എംബ്രിയോ ഡെവലപ്മെൻറ്റ് പഠിപ്പിക്കാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എംബ്രിയോ ഡെവലപ്മെൻറ്റ് ഇന്ന് പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ഏതൊക്കെയായിരുന്നു എന്ന് കണ്ടിരുന്നു. എംബ്രിയോ എൻഡോസ്പേം ഫോർമേഷൻ, എംബ്രിയോ ഡെവലപ്മെൻറ്റ്, ഫ്രൂട്ട് സീഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൻഡോസ്പേം ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ എൻഡോസ്പേം ആണ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുക. എൻഡോസ്പേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ന്യൂട്രീഷൻ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ. അപ്പോൾ എംബ്രിയോയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന പാർട്ടാണ്, ടിഷ്യൂസ് ആണ് എൻഡോസ്പേം. അപ്പോൾ എൻഡോസ്പേം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുള്ളൂ. കാരണം എംബ്രിയോ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫുഡ് കരുതിയിരിക്കുന്നത് എൻഡോസ്പേമിലാണ്. എൻഡോസ്പേം ഇറ്റ് ഈസ് എ ട്രിപ്ലോയിഡ് ടിഷ്യൂ. 3N എൻഡോസ്പേം എന്ന് പറയുന്നത് 3N ട്രിപ്ലോയിഡ് ആയിട്ടുള്ളൊരു ന്യൂട്രീഷൻസ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ടിഷ്യൂ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് എംബ്രിയോ ഡെവലപ്മെൻറ്റ് നെക്സ്റ്റ് ഇവൻറ്റ് ഇൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ ഫസ്റ്റ് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്, ദെൻ എംബ്രിയോ ഡെവലപ്മെൻറ്റ്. എന്താണ് എംബ്രിയോ അല്ലേ? എംബ്രിയോ എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു? ഓർമ്മയുണ്ടോ എംബ്രിയോ എന്താണെന്ന്? അപ്പം നമുക്ക് ഇവിടെ എംബ്രിയോ സാക്ക് നോക്കിക്കേ നിങ്ങൾ. എംബ്രിയോ സാക്കിനുള്ളിൽ നമുക്ക് സൈനോജിഡ്സിൻ്റെ ഡീജനറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷന് ശേഷം സൈനോജിഡ്സിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അത് നശിച്ചു പോകും. അപ്പം നശിച്ചുകൊണ്ടിരിക്കുന്ന ഡീജനറേറ്റിംഗ് ആയിട്ടുള്ള സൈനോജിഡ്സ് എഗ്ഗും സ്പേമും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, 3 ഹാഫ് പ്ലോയിഡ് ന്യൂക്ലിയസ്, 2 പോളാർ ന്യൂക്ലിയസ് പ്ലസ് സ്പേം ചേർന്നിട്ട് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ദിസ് ലാർജ് സെല്ലിന് പ്രൈമറി എൻഡോസ്പേം സെൽ. അതുപോലെ തന്നെ ചെലാസെൽ എൻഡിലുള്ള 3 ഹാഫ് പ്ലോയിഡ് ആൻറ്റിപോഡൽ സെൽസ്, അവയും ഡീജനറേറ്റ് ചെയ്യുന്നു. കാരണം അവയുടെ ആവശ്യമില്ല, അതുകൊണ്ട് അതും നശിച്ചു പോയിക്കോളും. അപ്പോൾ പിന്നെ എംബ്രിയോ സൈക്കിളിൽ ലാസ്റ്റ് അവശേഷിക്കുക സൈഗോട്ടും പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ധാരാളം ഹാഫ് പ്ലോയിഡ് ന്യൂക്ലിയൈ ഫോം ചെയ്യുന്നു. അതിനുശേഷം അവയ്ക്ക് ചുറ്റും സെൽ വോൾ ഡെവലപ്പ് ചെയ്ത് ടിഷ്യൂസ് ഫോം ചെയ്യുന്നു. ഈ ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യുന്ന പെരിഫറി ടു സെൻറ്റർ ആണ്. കോക്കനട്ടിലൊക്കെ നമുക്കറിയാം സെൻട്രൽ പാർട്ടിൽ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ, ലിക്വിഡ് ആയിട്ടുള്ള എൻഡോസ്പേം. സൈഡുകളിൽ പെരിഫറി ആയിട്ട് കാണുന്നത് സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെല്ലുലാർ എൻഡോസ്പേം. സെൻട്രൽ പാർട്ടിലെ വാട്ടറിൽ ധാരാളം ന്യൂക്ലിയസ് അടങ്ങിയിരിക്കുന്ന എൻഡോസ്പേമാണ് ലിക്വിഡ് എൻഡോസ്പേം കോക്കനട്ടിൽ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് എൻഡോസ്പേം ഫോം ചെയ്തു. എൻഡോസ്പേം ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഫുഡ്, സൈഗോട്ടിന് വളരാനുള്ള ആവശ്യത്തിനുള്ള ഫുഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സൈഗോട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ നോക്കിയാൽ സൈഗോട്ട് എന്ന് പറയുന്ന സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെൽസ് ഫോം ചെയ്യുന്നു. അതിലെ ഒരു സെൽ മൈക്രോപൈലാർ എൻഡിലും മറ്റൊരു സെല്ല് ചെലാസെൽ എൻഡിലേക്കുമായിട്ട് ട്രാൻസ്ഫേഴ്സ് ആയിട്ടുള്ള ഒരു ഡിവിഷനാണ് കേട്ടോ. നോക്കി ട്രാൻസ്ഫേഴ്സ് ആയിട്ടുള്ള ലാറ്ററൽ ആയിട്ടുള്ള ഒരു ഡിവിഷനാണ്. അപ്പോൾ സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെ 2 സെൽഡ് പ്രോ എംബ്രിയോ എന്ന് പറയുന്നു. 2 സെൽഡ് പ്രോ എംബ്രിയോയിൽ 2 സെൽസിൽ ഒന്ന് ബേസൽ സെല്ല്, മൈക്രോപൈലാർ എൻഡിൽ കാണുന്ന സെല്ലിന് പറയുന്നത് ബേസൽ സെല്ലും മുകളിലുള്ള സെല്ലിന് അപ്പർ സെൽ അഥവാ ടെർമിനൽ സെൽ എന്ന് പറയും. അപ്പോൾ 2 സെൽസ് ഉണ്ടാവുന്നത്. മൈക്രോപൈലാർ എൻഡിൽ കാണുന്ന സെല്ലിനെ ബേസൽ സെൽ എന്നും ചെലാസെൽ എൻഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന സെല്ലിന് ടെർമിനൽ സെൽ എന്നും. ഈ ബേസൽ സെൽ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഒരേ സൈഡിലേക്ക് മാത്രം ഡിവൈഡ് ചെയ്ത് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഡിവിഷൻസ് വഴി അതൊരു ഫിലമെന്റ് സ്ട്രക്ചറായിട്ട് മാറും. ഈ ഫിലമെന്റ് സ്ട്രക്ചറിന് സസ്പെൻസർ എന്ന് പറയുക. ദിസ് ഫിലമെന്റ് സ്ട്രക്ചർ ഇസ് നോൺ ആസ് സസ്പെൻസർ. ബൈ ദിസ് ടൈം ടെർമിനൽ സെൽ അല്ലെങ്കിൽ ചെലാസെൽ എൻഡിലേക്ക് കാണുന്ന സെൽ അത് ഡിവൈഡ് ചെയ്ത് 2 സെൽ, 4 സെൽ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അതൊരു ഗ്ലോബുലാർ ഷേപ്പിലുള്ള സ്ട്രക്ചറായിട്ട് മാറും. അപ്പോൾ നമ്മൾ അതിന് പറയുന്നത് ഗ്ലോബുലാർ എംബ്രിയോ. ഈ ഗ്ലോബുലാർ എംബ്രിയോ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് അതൊരു ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു.
ഈ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ വീണ്ടും ഡിവൈഡ് ചെയ്ത് മെച്യൂർ എംബ്രിയോ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് എംബ്രിയോ ഡെവലപ്മെന്റ്. എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജസ് ഇതൊക്കെയാണ്. സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഡിവിഷൻ വഴി ഡിവൈഡ് ചെയ്ത് 2 സെൽസ് ഫോം ചെയ്യുന്നു. ഒരു സെൽ മൈക്രോപൈലാർ എൻഡിലേക്ക് ഫേസ് ചെയ്യുന്നു, ഒരു സെൽ ചലാസൽ എൻഡിലേക്ക് ഫേസ് ചെയ്യുന്നു. ചലാസൽ എൻഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന സെല്ലാണ് റിപ്പീറ്റഡ് ഡിവിഷൻസ് വഴി ഗ്ലോബുലാർ എംബ്രിയോ. ആദ്യം പ്രോ എംബ്രിയോ ഉണ്ടാവുന്നു, പിന്നീട് ഗ്ലോബുലാർ എംബ്രിയോ ഉണ്ടാവുന്നു, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ഉണ്ടാവുന്നു, പിന്നീട് മെച്ചുവർഡ് ആയിട്ടുള്ള എംബ്രിയോ ഫോം ചെയ്യുന്നു. ഇനി മൈക്രോപൈലാർ എൻഡിലേക്കുള്ള സെല്ല് ട്രാൻസ്വേഴ്സ്, അതായത് ഒരു സൈഡിലേക്ക് മാത്രം ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഡിവിഷൻസ് മാത്രം നടത്തി നീളത്തിലുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു, ഫിലമെന്റസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. അതിന് പറയുന്ന പേരാണ് സസ്പെൻസർ. ഈ സസ്പെൻസർ നിങ്ങൾക്ക് കാണാം, തുടക്കത്തിൽ അതിന് നല്ല നീളമൊക്കെ ഉണ്ട്, പിന്നീട് അത് ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട്. എന്ന് വെച്ചാൽ തുടക്കത്തിൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് ഇതിന്റെ ആവശ്യം. കാരണം എൻഡോസ്പേം നിങ്ങൾക്കറിയാം, ഈ സെല്ല് എംബ്രിയോ സാക്കിന്റെ ഫുൾ പോർഷൻ എന്ന് പറയുന്നത് ഈ സൈഗോട്ട് ഒഴിച്ചുള്ള ബാക്കിയുള്ള പോർഷൻ മുഴുവനും എൻഡോസ്പേം ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഈ എംബ്രിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കരുതിയിരിക്കുന്ന പോർഷനാണ് എൻഡോസ്പേം. എൻഡോസ്പേമിലെ ഫുഡ് ഉപയോഗിച്ച് തീർക്കാൻ, എൻഡോസ്പേമിന്റെ ഫുഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, എംബ്രിയോയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സസ്പെൻസർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുക. സസ്പെൻസറിന് നല്ല നീളം വെക്കുന്നതനുസരിച്ച് എംബ്രിയോ എൻഡോസ്പേമിന് ഉള്ളിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് വരും, സോ ദാറ്റ് ഇറ്റ് ക്യാൻ അബ്സോർബ് മാക്സിമം ഫുഡ്. കണ്ടോ, ഇതിന് എംബ്രിയോ അങ്ങനെ അവിടെ മാത്രം നിന്ന് വളരുകയാണെങ്കിൽ ഇതിനുള്ളിലേക്കുള്ള ഫുഡ് യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ അതിനൊരു സസ്പെൻസ് നീളത്തിലുള്ള ഒരു ഫിലമെന്റ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ഉള്ളിലേക്ക്, എൻഡോസ്പേമിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് വിടും. അത് വളരുന്നതനുസരിച്ച് എംബ്രിയോ മുന്നോട്ട് നീങ്ങി അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അബ്സോർബ് ചെയ്യാൻ പറ്റും. എംബ്രിയോ ഡെവലപ്മെന്റിൽ 2 സെൽസ് ആണ് സൈഗോട്ടിൽ നിന്നുണ്ടാവുന്നത്. മൈക്രോപൈലാർ എൻഡിലുള്ള സെൽ ഡിവൈഡ് ചെയ്ത് ഒരു ഫിലമെന്റ് സ്ട്രക്ചർ ഫോം ചെയ്യും, അതിന് സസ്പെൻസർ എന്ന് പറയും. ചലാസൽ എൻഡിലുള്ള സെൽ ആദ്യം 2ആയി ഡിവൈഡ് ചെയ്യും, പിന്നെ 4ആവും, പ്രോ എംബ്രിയോ എന്ന് പറയും. പിന്നീട് ഇത് ഡിവൈഡ് ചെയ്ത് ഗ്ലോബുലാർ എംബ്രിയോ ഡിവൈഡ് ചെയ്ത് ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള എംബ്രിയോ, ദെൻ മെച്ചുവർഡ് ആയിട്ടുള്ള എംബ്രിയോ. ഇപ്പൊ നോക്കിയേ, എന്താണ് എംബ്രിയോ? എംബ്രിയോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ ദാറ്റ് ഡെവലപ്പ് ഫ്രം സൈഗോട്ട്. ഇറ്റ്സ് നോൺ ആസ് സൈഗോട്ട് അല്ല, സോറി, ഇറ്റ്സ് നോൺ ആസ് എംബ്രിയോ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ദ മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ ദാറ്റ് ഡെവലപ്പ് ഫ്രം സൈഗോട്ട് ഈസ് നോൺ ആസ് എംബ്രിയോ. Then zygote divides by a transverse division to form 2 cells. The basal cell towards the micropylar end develop into a filamentous structure called suspensor. Suspensor pushes the embryo into the endosperm, helping it to absorb nutrients from the endosperm. Function ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് എഴുതണം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. The terminal cell divides repeatedly from proembryo, then to globular embryo, then to heart-shaped embryo, then matured ആയിട്ടുള്ള embryo. ഇതുപോലെ ഈ ടേംസ് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. സൈഗോട്ട് ഡെവലപ്പ് ടു പ്രോ എംബ്രിയോ ടു ഗ്ലോബുലാർ എംബ്രിയോ ടു ഹാർട്ട് ഷേപ്പ്, ദെൻ ടു മെച്ചുവർഡ് എംബ്രിയോ. ഈ ഓർഡർ നിങ്ങൾ കറക്റ്റായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്, എഴുതിയെടുക്കുക, മറക്കരുത് കേട്ടോ. ഇനി എന്താണ് എംബ്രിയോ? എംബ്രിയോ എന്ന് പറയുന്നത് ചെറിയൊരു ടൈനി ആക്സിസ് ആണ്. മുമ്പ് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ട് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഇയറിൽ നമ്മൾ എംബ്രിയോയുടെ പ്ലൂമ്യൂള്, അതുപോലെ റാഡിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ, എംബ്രിയോ എന്താണ്, പയറൊക്കെ മുളപ്പിച്ചിട്ട് നമ്മൾ നോക്കിയില്ല. പയറൊക്കെ മുളപ്പിച്ച് കഴിഞ്ഞാൽ ആ 2 കോട്ടിലിൻ്റെ ഇടയിൽ കാണുന്ന ഒരു ചെറിയൊരു വര പോലെ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്, വെളുത്ത നിറത്തിലുള്ള ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. അപ്പൊ മെച്ചുവർഡ് ആയിട്ടുള്ള എംബ്രിയോ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ടൈനി എംബ്രിയോണൽ ആക്സിസ് ആണ്, വിത്ത് 1 or 2 കോട്ടിലീഡൻ. മോണോകോട്ട് ആണെങ്കിൽ ഒരൊറ്റ കോട്ടിലീഡൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡൈകോട്ട് ആണെങ്കിൽ നല്ല ഫ്ലഷി ആയിട്ടുള്ള 2 കോട്ടിലീഡൻസ് കാണും. ദി അപ്പർ പാർട്ട് ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ്, ദാറ്റ് ഈസ് നോൺ ആസ് പ്ലൂമ്യൂൾ എന്ന് പറഞ്ഞാൽ, ഈ എംബ്രിയോണൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ട്യൂബ് പോലെയുള്ള ഒരു സ്ട്രക്ചർ മാത്രമാണ്. ഈ ട്യൂബ് പോലെയുള്ള സ്ട്രക്ചറിന്റെ മുകൾ ഭാഗത്തെ പ്ലൂമ്യൂൾ എന്ന് വിളിക്കും. ഇറ്റ് ഡെവലപ്സ് ഇൻ ടു ഷൂട്ട് സിസ്റ്റം. And the basal part, that is called radicle, it develop into root tip. For root system, radicle develop to
റൂട്ട് സിസ്റ്റം, അതാണ് റൂട്ട് ടിപ്പാണ് റാഡിക്കിൾ എന്ന് പറയും. ഇറ്റ് ഗിവ് റൈസ് ടു റൂട്ട് സിസ്റ്റം. റാഡിക്കിൾ give rise to root system, plumule give rise to shoot system. അപ്പോൾ എംബ്രിയോണൽ ആക്സിസിന്റെ ടിപ്പിന് പ്ലൂമ്യൂൾ എന്ന് പറയും, അതാണ് സ്റ്റെം ടിപ്പായിട്ട് ഡെവലപ്പ് ചെയ്യും. റാഡിക്കിൾ റൂട്ട് ടിപ്പ്, ഇറ്റ് ഡെവലപ്സ് ടു റൂട്ട് സിസ്റ്റം. റൂട്ട് ടിപ്പ് ഇസ് കവേർഡ് വിത്ത് റൂട്ട് ക്യാപ്പ്. ഫെർട്ടിലൈസേഷന് ശേഷം ഓവ്യൂള് സീഡായിട്ട് ഡെവലപ്പ് ചെയ്യും, ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്. Integuments develop into seed coat, ovary wall develop into fruit wall. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. എംബ്രിയോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ആക്സസ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ട്യൂബ് പോലെയുള്ള ഒരു ടൈനി സ്ട്രക്ചറാണ് വിത്ത് 1 or 2 കോട്ടിലീഡൻസ്. മോണോകോട്ടിൽ ഒരു കോട്ടിലീഡൻ, ഡൈക്കോട്ടിൽ ഒരു കോട്ടിലീഡൻസ്. ഈ രണ്ട് പിക്ചറും നിങ്ങൾ ടെക്സ്റ്റ് നോക്കി വരച്ചെടുത്താൽ മതിയാവും, കാരണം ഇത് നോക്കി വരയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കിയിട്ട് വരച്ചെടുക്കാം. ഡൈക്കോട്ട് എംബ്രിയോ അതുപോലെ മോണോകോട്ട് എംബ്രിയോ പരീക്ഷയ്ക്ക് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് തരാവുന്നതാണ് കേട്ടോ. അപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം മോണോകോട്ടിൽ 2 ഫ്ലഷി ആയിട്ടുള്ള കോട്ടിലിഡൻസ് ഉണ്ട്, അതുപോലെ പ്ലൂമ്യൂൾ. ഹൈപ്പോകോട്ടൈൽ എന്ന് പറയുന്നത് കോട്ടിലീഡൻസിന്റെയും പ്ലൂമ്യൂളിന്റെയും ഇടയിലായിട്ട് വരുന്നൊരു സ്ട്രക്ചർ, ഹൈപ്പോകോട്ടൈൽ. കോട്ടിലീഡന്റെയും റാഡിക്കലിന്റെ ഇടയിലായിട്ട് വരുന്നത് എപ്പികോട്ടൈൽ എന്ന് പറയും. ദെൻ റാഡിക്കൽ ടിപ്പ് is known as radical. Then you can see the root cap. Radical is covered, tip of the radical is covered by root cap. പിന്നെ നിങ്ങൾ കാണുന്നത് മോണോകോട്ട് എംബ്രിയോന്റെ സ്ട്രക്ചർ ആണ്. സ്ക്യൂട്ടല്ലം എന്ന് പറയുന്നത് തിൻ കോട്ടിലീഡൻ, മെംബ്രെയിനസ് ആയിട്ടുള്ള തിൻ ഷീൽഡ് ലൈക്ക് കോട്ടിലീഡൻ. ദെൻ ഷുഡ് ടിപ്പ് ദാറ്റ് ഈസ് കവേർഡ് ബൈ എ പ്ലൂമ്യൂൾ. Shoot apex എന്ന് പറയുന്നത് പ്ലൂമ്യൂൾ is covered by a sheath called coleoptile. Then radicle is covered by a sheath called coleorhiza. Root cap. അപ്പം ഇതൊക്കെ ലേബിൾ ചെയ്യാൻ വേണ്ടി ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പിക്ചേഴ്സ് തരിക, എന്നിട്ട് അതിനെ നിങ്ങൾ ലേബിൾ ചെയ്യുക. അപ്പം നമ്മൾ ഡൈക്കോട്ട് സീഡിന്റെയും മോണോകോട്ട് സീഡിന്റെയും സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മോണോകോട്ട് സീഡ് അതുപോലെ ഡൈക്കോട്ട് സീഡിന്റെ സ്ട്രക്ചർ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. അത് തന്നെ നോട്ട്സ് നിങ്ങൾ ഇങ്ങോട്ട് എഴുതി വെക്കണം. ഞാൻ അതുകൊണ്ട് നോട്ട്സ് ഇതിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല, ജസ്റ്റ് പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ നോക്കണം. പിക്ചേഴ്സ് ഡൈക്കോട്ടിന്റെ നമ്മൾ എക്സാമ്പിളായിട്ട് ബീന്റെ അതുപോലെ തന്നെ ഗ്രാം എന്ന് പറഞ്ഞാൽ കടലയുടെ സ്ട്രക്ചർ പഠിച്ചിരുന്നത്. സീഡ്സ് ഡെവലപ്പ് ഫ്രം ഒവ്യൂൾ, മെച്ചുവേർഡ് ആയിട്ടുള്ള ഒവ്യൂളിനെയാണ് സീഡ്. അപ്പൊ സീഡ് കോട്ട് എന്ന് പറയുന്നത് ഒവ്യൂളിന്റെ കവറിങ്. ഇന്റർഗുമെന്റ് ഡെവലപ്പ് ഇൻറ്റു സീഡ് കോട്ട്. ഡൈക്കോട്ട് ആയതുകൊണ്ട് ഈ പ്ലൂമ്യൂളിന്റെ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് 2 ഫ്ലഷി കോട്ടിലിഡൻസ് കാണും. The tip of the embryonal axis that develop into shoot system is called plumule, and the tip that develop into root system is known as radicle. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹൈലം മൈക്രോപൈൽ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇന്റർഗുമെന്റ് കാണുന്ന സ്മോൾ ഓപ്പണിങ്ങിനെയാണ് മൈക്രോപൈൽ. ഇനി ഹൈലം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സീഡിന്റെ ഒരു ചെറിയൊരു ഭാഗത്തായിട്ട്, നമ്മൾ സീഡിന്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു മാർക്ക് പോലെ നമുക്ക് കാണാം, ചെറിയൊരു പാട് കാണാം. ഈ പാടെന്ന് പറയുന്നത് ഫ്യൂണിക്കിൾ ഒവ്യൂളിന്റെ ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന റീജിയൻ, ആ റീജിയനാണ് ഹൈലം. അപ്പൊ ഫ്യൂണിക്കിൾ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അവശേഷിക്കുന്ന പാടാണ് ഹൈലം. ഇനി നമ്മൾ കാണുന്നത് മോണോകോട്ട് സീഡ്. മോണോകോട്ട് സീഡ് എൻഡോസ്പോമസ് സീഡാണ്. എന്ന് പറഞ്ഞാൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും എൻഡോസ്പോം അവശേഷിക്കും സീഡിൽ. അപ്പൊ 2 തരം സീഡ്സ് ആണുള്ളത്, എൻഡോസ്പോമസ് സീഡ്സും നോൺ എൻഡോസ്പോമസ് സീഡ്സും. എൻഡോസ്പോമസ് സീഡ്സിൽ എൻഡോസ്പോം റിമെയിൻ ചെയ്യുന്നു, അതാണ് സീഡ്ലിങ്സിന്, അതായത് എംബ്രിയോ വളർന്ന് സീഡ്ലിംഗ് തൈച്ചെടിയായി മാറുമ്പോൾ ഫുഡ് കൊടുക്കുന്ന പാർട്ട്. അതേസമയം ഡൈക്കോട്ടിൽ ഫുഡ് കൊടുക്കുന്ന പാർട്ട് കോട്ടിലീഡൻ ആണ്. മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. സീഡിന്റെ മേജർ പോർഷൻ എന്ന് പറയുന്നത് എൻഡോസ്പോം ആണ്. എൻഡോസ്പോമിനെ കവർ ചെയ്ത് പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് അലിറോൺ ലെയർ. ഇനി ഈ സീഡിന്റെ കവറിങ് എന്ന് പറയുന്നത് സീഡ് കോട്ടും ഫ്രൂട്ട് വാളും
തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കവറിംഗ് ആണ്. ഫ്യൂസ്ഡ് ആയിട്ടുള്ള സീഡ് കോട്ട് ആൻഡ് ഫ്രൂട്ട് വാൾ. ഇനി ഇതിവിടെ കാണുന്ന എംബ്രിയോ ഒരു സൈഡിലേക്ക് പുഷ് ചെയ്തിട്ടുള്ള വളരെ ടൈനി ആയിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രൂവിനുള്ളിലായിട്ട് നമ്മൾ കാണുന്ന വളരെ ടൈനി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് എംബ്രിയോ. എംബ്രിയോയിൽ അറ്റാച്ച്ഡ് ആയിട്ട് thin membranous ആയിട്ടുള്ള ഷീൽഡ് ലൈക്ക് കോട്ടിലേഡൻസ് ക്യാൻ ബി സീൻ വിച്ച് ഇസ് നോൺ ആസ് ക്യൂട്ടെല്ലം. ഇനി നമ്മൾ കാണുന്ന എംബ്രിയോന്റെ ഷൂട്ട് സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന റീജിയന് പ്ലൂമ്യൂൾ എന്ന് പറയും. റൂട്ട് സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന റീജിയന് റാഡിക്കിൾ എന്ന് പറയും. റാഡിക്കിൾ ഇസ് കവേർഡ് ബൈ ഷീത്ത് കോൾഡ് കോളിയോഡൈസ്. പ്ലൂമ്യൂൾ ഇസ് കവേർഡ് ബൈ കോളിയോപ്റ്റൈൽ. അപ്പം ഇത് കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ സ്പീഡിൽ ഇങ്ങനെ പോകുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ നോട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് പഠിക്കേണ്ട വേറെ 2 ടേംസ് ഉണ്ട്. സീഡ് ഡോമൻസി, സീഡ് വയബിലിറ്റി. സീഡ് ഡോമൻസി നമുക്ക് എന്താന്ന് നോക്കാം. മിക്കവാറും സീഡ്സിൽ നട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കിളുക്കും ഇല്ല. നമ്മൾ പയറൊക്കെ അത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടിയിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ നട്ടാൽ ഉടനെ തന്നെ പുതിയ പയർ ചെടികൾ ഉണ്ടാകുന്നതാണ്. പക്ഷെ മഞ്ചാടിക്കുരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ അത് വീണ് എത്രയോ കാലം കഴിഞ്ഞ്, മഴക്കാലമൊക്കെ തുടങ്ങി, മഴ തുടങ്ങി എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് അത് മുളയ്ക്കുക. എന്ന് പറഞ്ഞാൽ അതിന് നല്ല മഴ കിട്ടിയതിന് ശേഷം അത് മുളയ്ക്കാൻ തുടങ്ങുന്നുള്ളൂ. അപ്പൊ ഈ 2 സീഡ്സ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് പെട്ടെന്ന് തന്നെ മുളയ്ക്കുന്നു, മറ്റൊരു സീഡ് കുറച്ച് കാലതാമസം നേരിടുന്നു അതിന് മുളയ്ക്കാൻ വേണ്ടിയിട്ട്, ജെർമിനേറ്റ് ചെയ്യാന്. അപ്പൊ ചില സീഡ്സ് ഇതേപോലെ അതിനുള്ളിലെ എംബ്രിയോ കുറച്ചു കാലം റെസ്റ്റ് ചെയ്യും. പെട്ടെന്ന് ഒരു മുളയ്ക്കുന്നില്ല, എംബ്രിയോ റെസ്റ്റ് ചെയ്യുന്നു. ആ റെസ്റ്റ് ചെയ്യുന്ന ആ പീരീഡിനെയാണ് സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. So the resting period of embryo within seed is known as seed dormancy. Seed dormancyക്ക് പല കാരണങ്ങളുണ്ട്. നമ്മൾ നേരത്തെ മഞ്ചാടിക്കുരുവിൽ കണ്ടതിന് കാരണം സീഡ് കോട്ടിന് നല്ല കട്ടിയാണ്. ചിലതിൽ ചില കെമിക്കൽസ് ആയിരിക്കും ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ആബ്സിസിക് ആസിഡ്, ഫിനോളിക് ആസിഡ് തുടങ്ങിയ ചില സീഡ് ഡോമൻസിക്ക് കാരണമാകുന്ന ഇൻഹിബിറ്റേഴ്സ്, കെമിക്കൽ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ചിലതിൽ എംബ്രിയോ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ തുടങ്ങിയ കാരണങ്ങളൊക്കെ കൊണ്ട് സീഡ് ഡോമൻസി ഉണ്ടാവുന്നു. ഇനി സീഡ് ഡോമൻസി ശരിയായ കാലാവസ്ഥയൊക്കെ വന്നു കഴിയുമ്പോൾ, മഴക്കാലമൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് ഉള്ളിൽ വെള്ളമൊക്കെ എൻ്റർ ചെയ്യും, കെമിക്കൽസ് ഒക്കെ അതൊക്കെ ലയിച്ച് ഡിസോൾവ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ അവർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. സീഡ് കോട്ട് അതുപോലെ സോഫ്റ്റൻഡ് ആവാം. ഇനി മെക്കാനിക്കൽ ആയിട്ടുള്ള കുറേ കാരണങ്ങൾ നമ്മൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഷേക്കിങ് കൊണ്ടും ഉരച്ചിട്ടും ഒക്കെ സീഡ് കോട്ട് സോഫ്റ്റൻഡ് ആക്കാം. അല്ല ചില ആനിമൽസിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ കിടന്നു പോകുമ്പോൾ സീഡ് കോട്ട് സോഫ്റ്റൻഡ് ആവും. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് സീഡ് ഡോമൻസി ഒഴിവായി കിട്ടും. അപ്പൊ സീഡ് ഡോമൻസി എന്താണെന്ന് പഠിക്കുക. ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് റെസ്റ്റ് ഓഫ് എംബ്രിയോ വിതിൻ സീഡ്സ്. ഇനി സീഡ് വയബിലിറ്റി എന്ന് പറയുന്നത് the ability of seeds to produce seedling. The ability of seeds to produce seedling is called viability. Viability ഓരോ പ്ലാന്റ് അനുസരിച്ച് മാറും കേട്ടോ. ചില പ്ലാന്റ്സിലെ വയബിലിറ്റി 2-3 മാസമാണെങ്കിൽ ചിലതിൽ അതിൽ വർഷങ്ങളോളം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചില സീഡ്സ് നമ്മൾ ഇപ്പൊ പയറൊക്കെ ആണെങ്കിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ പിറ്റത്തെ വർഷം നട്ട് കഴിഞ്ഞാൽ അതുണ്ടാവില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ എംബ്രിയോ നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ എംബ്രിയോ എത്ര കാലം ഇതിനുള്ളിൽ ജീവിച്ചിരിക്കുന്നു അല്ലെ, എംബ്രിയോ എത്ര കാലം അതിനുള്ളിൽ അതിനൊരു തൈച്ചെടിയായി മാറാനുള്ള കഴിവുണ്ട്, അതിനെയാണ് സീഡ് വയബിലിറ്റി എന്ന് പറയുക. അപ്പൊ ഏറ്റവും വയബിൾ ആയിട്ടുള്ള സീഡ് എന്ന് പറയുന്നത് ലുപ്പൈൻ സീഡ്സ് ആണ്. ആർട്ടിക് തന്ത്രിന്ന് കണ്ടെടുത്തിട്ടുള്ള ലുപ്പൈൻ സീഡ്സ് 10,000 years. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. 1 word ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അതുപോലെ തന്നെ 2000 years old ആയിട്ടുള്ള ഒരു ഡേറ്റ് പാമിന്റെ സീഡ് കിങ് ഹെറോദസിന്റെ പാലസിൽ നിന്നും എക്സ്കാവേറ്റ് ചെയ്തെടുത്ത് അത് ജോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കണം. സീഡ് ഡോമൻസി, സീഡ് വയബിലിറ്റി, അതുപോലെ ഏറ്റവും വയബിൾ ആയിട്ടുള്ള 2 സീഡ്സിന്റെ എക്സാമ്പിൾസ്. പിന്നെ നമ്മൾ പഠിക്കുക ഫ്രൂട്ട്. ഫ്രൂട്ട് എന്ന് പറയുന്നത് റൈപ്പൻഡ് ഓവറി. ഓവറി പാകമായ ഓവറിക്കാണ് ഫ്രൂട്ട് എന്ന് പറയുക. ഫെർട്ടിലൈസേഷന് ശേഷം ഓവ്യൂൾ സീഡായി മാറും. ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്. Then fruit of the wall develop into ovary wall develop into fruit wall or fruit wall develops from ovary wall. ഈ ഫ്രൂട്ട് വാളിന് പറയുന്നത് പെരികാർപ്പ് എന്നാണ്. പെരികാർപ്പ് ഹാർഡ് ആയിരിക്കാം, ഫ്ലഷി ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രൈ ആവാം, ഫ്ലഷി ആയിരിക്കാം. ഫ്ലഷി ആയിരിക്കുന്ന ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സിന് ഫ്ലഷി ഫ്രൂട്ട്സ് എന്ന് പറയും. അതുപോലെ പെരികാർപ്പ്
ഫ്രൂട്ട് പാകമാകുമ്പോൾ പെരികാർപ്പ്, ഫ്രൂട്ട് ബോൾ ഉണങ്ങുന്ന ടൈപ്പ് ഓഫ് സീഡിനെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുക. എക്സാമ്പിൾ പയറ്, വെണ്ട, നട്ട്സ്, ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഫ്ലഷി ഫ്രൂട്ട്സിന് എക്സാമ്പിൾ ഓറഞ്ച്, ആപ്പിൾ, മാംഗോ. ഇനി നിങ്ങൾ ഈ വർഷം പഠിക്കേണ്ട 1-2 ടേംസ് എന്ന് പറയുന്നത് ട്രൂ ഫ്രൂട്ട്. ഓവറിയിൽ നിന്നും ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് ട്രൂ ഫ്രൂട്ട്സ് എന്ന് പറയും. ഓവറി അല്ലാതെ മറ്റേതെങ്കിലും പാർട്സ്, തലാമസോ പെഡിസിലൊക്കെ ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്ന ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ടായിട്ട് പെരികാർപ്പായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയും. എക്സാമ്പിൾ കാഷ്യൂനട്ട്, സ്ട്രോബെറി, ഇതൊക്കെ ഫാൾസ് ഫ്രൂട്ട്സ് ആണ്. Then parthenocarpic fruits. Parthenocarpic fruits are fruits that develop without fertilization. For true fruits, false fruit, parthenocarpic fruit എന്താണെന്ന് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള വേറൊരു ടേം ആണ് അപ്പോമിക്സിസ്. അപ്പോമിക്സിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോഡിഫൈഡ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ. ഒരു തരം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് എന്ന് പറയാം. പക്ഷെ എന്നാൽ സീഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ സീഡ് ഉണ്ടാവുന്നു, അതുകൊണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് അറിയാം. പക്ഷെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ പാരന്റിലേക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതൊരു ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ എന്നും വേണമെങ്കിൽ പറയാം. സോ ഇറ്റ് ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് റീപ്രൊഡക്ഷൻ. ഇവിടെ സീഡ്സ് ഡെവലപ്പ് ചെയ്യുന്നു വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. സീഡ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്നു. ബൈ ദിസ് ടൈം ഓവ്യൂൾ ഡെവലപ്പ് ഇൻ ടു സീഡ്. അതേസമയം ഇവിടെ ഒവ്യൂളിനുള്ളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒവ്യൂള് സീഡായിട്ട് മാറും. അപ്പോൾ ഒവ്യൂള് തന്നെയാണ് സീഡായിട്ട് മാറുക, പക്ഷെ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എംബ്രിയോ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ന്യൂ സെല്ലസിലെ ഒരു സെൽ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാവാം. അല്ലെങ്കിൽ ചില കേസസിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള എഗ് മേ ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ. അപ്ലോയിഡ് ആയിരിക്കില്ല അപ്പൊ അങ്ങനെയുള്ള കേസസിലെ എഗ്. പല കാരണങ്ങൾ കൊണ്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു എംബ്രിയോ ഒവ്യൂളിനുള്ളിൽ ഫോം ചെയ്യാം. ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ഇത് ജനതികമാണ്, ജീൻസ് കൺട്രോൾഡ് ആണ്. ഇങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിലെ പാരന്റ്സിന്റെ എക്സാക്ട് സിമിലർ കോപ്പീസ് ആണ്. അപ്പൊ അപ്പോമിക്സിസ് ഹൈബ്രിഡൈസേഷൻ, അപ്പോമിക്സിസിന് കാരണമായിട്ടുള്ള അപ്പോമിക്സിഡ് ജീനുകള് നമ്മൾ ഈ ഹൈബ്രിഡ് പ്ലാന്റിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായിരിക്കും. കാരണം ഈ ഹൈബ്രിഡൈസേഷൻ ഓരോ പ്രാവശ്യവും നമ്മൾ ഹൈബ്രിഡ്സിന് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഹൈബ്രിഡ് പ്ലാന്റ്, അപ്പോൾ മിക്സഡ് ജീൻ ഉള്ള ഹൈബ്രിഡ് പ്ലാന്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വൻ നേട്ടമായിരിക്കും കേട്ടോ. അപ്പോൾ അപ്പോമിക്സിസ് എന്താണെന്ന് പഠിക്കുക. ഇറ്റ് ഇസ് ഡെവലപ്മെന്റ് ഓഫ് സീഡ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫ്രൂട്ട് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ അതിന് പാർത്തനോകാർപ്പി എന്ന് പറയുക. സീഡ് ദാറ്റ് ഡെവലപ്പ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ഇസ് നോൺ ആസ് അപ്പോമിക്സിസ്. പിന്നെ വേറൊരു ടേം എന്ന് പറയുന്നത് പോളിഎംബ്രിയോണി. പോളിഎംബ്രിയോണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്. ഒരു സീഡിനുള്ളിൽ മോർ ദാൻ വൺ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് പോളിഎംബ്രിയോണി. നമുക്ക് മാവിന്റെ സീഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒന്നിലധികം സീഡ്സ് കാണാം. ഓറഞ്ച് വിത്തുകൾ, തൈ ചെടികൾ കാണാൻ കഴിയും. ഓറഞ്ച് സീഡിൽ അതുപോലെ ഒന്നിലധികം എംബ്രിയോസ് ഫോം ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് സഹിതം പഠിക്കുക. അപ്പൊ ഈ രണ്ട് ടേംസ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ പ്രത്യേകമായിട്ട് പഠിക്കേണ്ട രണ്ട് ടേംസ് ആണ് അപ്പോമിക്സിസ്, അതുപോലെ തന്നെ പോളി എംബ്രിയോണി. അപ്പൊ തുടക്കം മുതൽ നമുക്ക് ഒന്നും കൂടി നോക്കാം. ജസ്റ്റ് ഫ്രോം ദി ബിഗിനിങ് ഒരു റിവിഷൻ മാത്രമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. എംബ്രിയോ ഡെവലപ്മെന്റ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് ശേഷം ആദ്യം എൻഡോസ്പോം ഡെവലപ്പ് ചെയ്യുന്നു, പിന്നീട് എംബ്രിയോ ഡെവലപ്പ് ചെയ്യും. എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് സൈഗോട്ടിൽ നിന്നാണ്. സൈഗോട്ട് ആദ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, 2 സെൽഡ് പ്രോ എംബ്രിയോ. ദെൻ ചെലാസെല്ലൻറ്റിലുള്ള ടെർമിനൽ സെൽ ഡിവൈഡ് ചെയ്ത് പ്രോ എംബ്രിയോ ഗ്ലോബുലാർ ഷേപ്ഡ് ആയിട്ടുള്ള എംബ്രിയോ ആയിട്ട് മാറും. പിന്നീട് അത് ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള എംബ്രിയോ, ദെൻ ടു മെച്ചർ എംബ്രിയോ. ഇത് നിങ്ങൾ നോട്ട്സ് എഴുതണം, ഒപ്പം ഇത് പഠിക്കുകയും വേണം കേട്ടോ. ഈ ടേംസ് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് പഠിക്കാം. ദെൻ വാട്ട് ഈസ് എംബ്രിയോ? എംബ്രിയോ എന്ന് പറയുന്നത് ടൈനി ആക്സസ് ആണ്, on to which 1 or 2 cotyledons are attached. The upper part of the embryo is known as plumule and the basal part is known as radicle. Plumule give rise to shoot system, radicle give rise to root system. Then the root tip is covered by root cap. So fertilization shesham ovule develop into seed and ovary develop into fruit. The integuments develop into seed coat
and ovary wall develop into fruit wall. പിന്നെ ഈ രണ്ട് ഡയഗ്രാംസ് നിങ്ങൾ ലേബൽ ചെയ്യാൻ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ മോണോകോട്ട് സീഡ് ഡൈകോട്ട് സീഡിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞ വർഷം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതും പഠിക്കുക. ദെൻ രണ്ട് മൂന്ന് ടേംസ്, സീഡ് ഡോമൻസി, റെസ്റ്റിംഗ് പീരീഡ് ഓഫ് എംബ്രിയോ വിതിൻ സീഡ്, സീഡ് വയബിലിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ഓഫ് സീഡ് ടു പ്രൊഡ്യൂസ് സീഡ്ലിംഗ്. അപ്പോൾ ദെൻ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് റൈപ്പൻഡ് ovary, false fruit, fruits that develop from parts other than ovary like thalamus or pedicel. True fruits എന്ന് പറയുന്നത് fruits that develop from ovary. Parthenocarpic fruits, fruits that develop without fertilization. ഇതൊക്കെ മസ്റ്റായിട്ടും പഠിക്കേണ്ടതായിട്ട് കേട്ടോ. അതുപോലെ ഒരു ടേമാണ് പാർത്തനോജെനസിസ്. എഗ് ഒരു അഡൾട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് ആനിമൽസിൻ്റെ കേസസിൽ. ദാറ്റ് ഈസ് കോൾഡ് പാർത്തനോജെനസിസ്. പിന്നെയുള്ളത് അപ്പോമിക്സിസ്. It is development of seed without fertilization. Then polyembryony, development of more than one embryo in the seedling. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? നിങ്ങളെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല മക്കളായിട്ട് തുടരുക, നന്നായിട്ട് പഠിക്കുക. കുറേ പേരെങ്കിലും വീഡിയോ കാണാതിരിക്കുന്നുണ്ട്, എഴുതാതിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ സ്കൂൾ തുറന്ന് ആദ്യ ദിവസം തന്നെ ഞാൻ ചെക്ക് ചെയ്യുക ഞാൻ തന്നിട്ടുള്ള നോട്ട്സ് എഴുതിയിട്ടുണ്ടോ എന്നായിരിക്കും. അപ്പം അതുകൊണ്ട് ആരും ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള അലംഭാവവും കാണിച്ചേക്കരുത്. നോട്ട്സ് എനിക്ക് മറ്റൊരു നോട്ട്സും എനിക്ക് കാണണ്ട. വേറെ ഏത് ഭാഗത്തു നിന്നുള്ള നിങ്ങൾ വേറെ എന്ത് നോട്ട്സ് നിങ്ങൾ എഴുതിക്കൊണ്ട് വന്നാലും എനിക്ക് അതൊന്നും കാണണ്ട. കാരണം പരീക്ഷയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യണം. ഇനി അതിൽ ട്യൂഷൻ ക്ലാസ്സസ് നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട്സ് വേറെ ഉണ്ടാവും, അത് നിങ്ങൾ വേറെ കോപ്പിയായിട്ട് സൂക്ഷിച്ചോളുക. ഓക്കെ, ഞാൻ അതുകൊണ്ട് തന്നെ വളരെ ലാഗായിട്ട് വളരെ നിങ്ങൾക്ക് സമയം തന്ന് മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്നുള്ളൂ. ഒരു കംപ്ലൈൻറ്റും കൊണ്ട് ആരും വരേണ്ട ഒരു കാര്യവും ഇല്ല. താങ്ക് യു. എല്ലാവരും സുഖമായിരിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.